യെസ്, ലീഗ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട്. ലീഗ് നേതൃത്വം ലീഗിൻ്റെ വിഷയം നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. അത് ലീഗ് ഒറ്റയ്ക്ക് പറഞ്ഞതല്ല. മുസ്ലിം സംഘടനയുടെ മുഴുവനും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ആ മുസ്ലിം സംഘടനയുടെ തീരുമാനം, അതാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാതിനിധ്യം അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു തീരുമാനം നേരത്തെ തന്നെ ലീഗ് എടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനം. അതല്ലാത്ത അഭിപ്രായങ്ങളൊന്നും മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമല്ല. ഇനി ഈ കാര്യത്തിൽ മറ്റൊരു പ്രതികരണവും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. അതായത് ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവനകളൊന്നും ഈ വിഷയം മുസ്ലിം ലീഗിൻ്റെ നേതാക്കളിൽ നിന്നൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നേരത്തെ തന്നെ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ലീഗിൻ്റെ തീരുമാനം എന്താണെന്ന്. അതുതന്നെയാണ് ലീഗിൻ്റെ തീരുമാനം, അതിലൊരു മാറ്റമില്ല. അത് മുൻപത്തെ ഇഷ്യൂസ് അത് ഗവൺമെൻറ് അത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ല, ഈ തീരുമാനത്തിന് മുമ്പാണ് അവർ പറഞ്ഞത് ഇനി ഒരു പ്രതികരണം ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെ. നേരത്തെ ലീഗ് വലിയ തോതിൽ ആളുകളുടെ ഒരു സ്വീകാര്യത ഉണ്ടാക്കിയത്. കാരണം സഭയിലെ ആളുകളുമായി സംബന്ധിക്കുന്നു, അവിടെ പോകുന്നു, അവരെ കുടിയിറക്കുന്നതിനെതിരെയൊക്കെ. പക്ഷേ ഇപ്പൊ അടുത്തിടെ ഉണ്ടായ ചില പ്രസംഗങ്ങളും പ്രസ്താവനകളും അതിന്റെ ഒരു നന്മ നിർത്തി. അതൊക്കെ ശരിയാണ്. മുസ്ലിം ലീഗ് സാമുദായിക സൗഹാർദ്ദത്തിന്, അതുപോലെ തന്നെ മതേതരത്വത്തിന്, ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുന്നതിന് ഇതാണ് മുസ്ലിം ലീഗിന് എക്കാലത്തെ നയം. കേവലം രാഷ്ട്രീയ നീക്കുപോക്കുകൾക്കൊക്കെ വേണ്ടി അതിൽ നിന്നും പിറകെ പോകാൻ മുസ്ലിം ലീഗിന് സാധ്യമല്ല. അത് മുനമ്പ വിഷയമായാലും ഏത് വിഷയത്തിലായാലും മുസ്ലിം ലീഗ് സാമുദായിക സൗഹാർദ്ദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് ലീഗിൻ്റെ നയം. അതല്ലാത്ത പ്രസംഗങ്ങളും മറ്റൊന്നും അത് ലീഗിൻ്റെ അക്കൗണ്ടിൽ നിങ്ങളാരും അത് പെടുത്തേണ്ടതില്ല. യു ഡി എഫ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് യു ഡി എഫ് ഉണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇപ്പം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. ലീഗിന്റെ നിലപാട് തീർച്ചയായിട്ടും സാമുദായിക സൗഹാർദ്ദം ഇതിൻ്റെ പേരിൽ തകരാൻ പാടില്ല. അത് സർക്കാർ എടുക്കട്ടെ. അത് സർക്കാർ, അത് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം സംഘടനകളാണ് ആ കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞത്. സംസ്ഥയുടെ പ്രസിഡന്റ് അവരൊക്കെ പറഞ്ഞത് തന്നെയാണ്. മുജാഹിദ് സംഘടനകളും ജമാഅത്തും എല്ലാം പറഞ്ഞ കാര്യങ്ങളാണത്. അതാണ് മുസ്ലിം ലീഗ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പരസ്യ പ്രതികരണം പാടില്ല. പരസ്യ പ്രതികരണം പാടില്ല. അതിനുശേഷം പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതായത് ചർച്ചകളും അതുപോലെ കൂടിയാലോചനകളും അവിടെ മതസൗഹാർദ്ദത്തിനും ഒപ്പം അവിടെ ആളുകളെ കുടിയിറക്കാതിരിക്കാനുള്ള നടപടികളുമായിട്ട് തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് പോയി തുടർ നടപടികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ നേരിട്ട് വന്ന് 18 ബിഷപ്പ്മാർ അവരെ പ്രതിനിധികൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ചർച്ച. അത് വളരെ ആരോഗ്യകരമായ ഒരു ചർച്ചയായിരുന്നു. പ്രശ്നം ഒരു പരിഹാരത്തിലേക്കാണ് പോകുന്നത്. ഗവൺമെൻറ് ഒന്ന് സ്പീഡപ്പ് ചെയ്താൽ മതി. അതാണ് വേണ്ടത്. ഗവൺമെൻറ് ഈ വിഷയം സ്പീഡപ്പ് ചെയ്താൽ അതിന് ഇന്നിപ്പോൾ വ്യത്യസ്തമായ പ്രസ്താവനകൾ ഇറക്കിയ ആരും തന്നെ അവരെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അതിന് ഇവിടെ പറഞ്ഞതും അതാണല്ലോ. അതുകൊണ്ട് സൗഹൃദം ഉണ്ടാക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യു ഡി എഫും ലീഗും ഒക്കെ അത് തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. അടുത്ത വർഷം ഗവൺമെന്റ് ചെയ്യുന്നത് ശരിയല്ല. ഗവൺമെന്റ് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അതാണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ ഗവൺമെന്റ് വെച്ചു എന്ന് പറഞ്ഞു. ഇനി അവരാണൊക്കെ എത്രയും പെട്ടെന്ന് അത് ആളുകളെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിനുള്ള പശ്ചാത്തലം 3 മാസം കാലാവധിയിലാണ് വെച്ചിട്ടുള്ളത്. അനന്തമായ ഒരു കാലാവധിയൊന്നും അതിനകത്തില്ല. വ്യത്യസ്തമായ അഭിപ്രായം ഇപ്പോഴും പറയുന്നത് യു ഡി എഫ് എന്നാണ്. മുസ്ലിം ലീഗ് പറയുന്നത് വഖഫല്ല, മറ്റൊരു വഖഫാണ്. തർക്കം നടക്കുന്നത് ഇപ്പോഴും യു ഡി എഫിനകത്ത് നിന്നാണ്. പക്ഷെ ലീഗിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ അതിലാണ് ഞങ്ങൾക്ക് കാര്യമുള്ളത്. പക്ഷേ സർക്കാർ ഇത് എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ എടുക്കണം. ഓക്കെ.